നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ഒരു കൺവെയർ ബെൽറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1930കളിൽ ആർതൂർ ഹോംസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് മുമ്പോട്ട് കൊണ്ടുവന്ന തിയറിയാണ് കൺവെക്ഷണൽ കറണ്ട് തിയറി. അതായത് നമ്മുടെ എർത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ലെയറുകൾ വരുന്നുണ്ട്. ടോപ്പിൽ ക്രസ്റ്റ്, അതേസമയം മിഡിൽ പാർട്ടിൽ മാൻഡിൽ, ലോവർ പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റീരിയർ പാർട്ടിൽ വരുന്നത് കോർ. ഇതിൽ ഈ മാൻഡിലാണ് നമുക്ക് ഈ ഒരു കൺവെയർ ബെൽറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൺവെക്ഷണൽ സെൽസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മാൻഡിൽ എന്ന് പറഞ്ഞാൽ കോറുമായിട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അതുകൂടാതെ തന്നെ മാൻഡിൽ ഒരുപാട് റേഡിയോ ആക്റ്റീവ് ഡീക്കേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ടെമ്പറേച്ചറൽ ഡിഫറൻസ് നമുക്ക് മാൻഡിലിൽ കാണാൻ കഴിയും. ഈ മാൻഡിൽ നടക്കുന്ന മൂവ്മെൻറ്റിന് കാരണം ഈ പറഞ്ഞ കൺവെക്ഷണൽ സെൽസാണ് അല്ലെങ്കിൽ ഈ കൺവെക്ഷണൽ കറണ്ടുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൺവെക്ഷണൽ കറണ്ടുകൾ ഫോം ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാൻഡിലുണ്ടാകുന്ന തെർമൽ ഡിഫറൻസ് കാരണം, അതായത് ലോവർ പോർഷൻസ് ഓഫ് മാൻഡിൽ താരതമ്യേന ചൂടായിരിക്കും. ചൂട് കൂടുമ്പോൾ അതിന് ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ ആ പോർഷൻ ഓഫ് മാൻഡിൽ മുകളിലേക്ക് റൈസ് ചെയ്യും. മുകളിലെത്തുമ്പോൾ തന്നെ ആ ടെമ്പറേച്ചർ കുറയും, കൂളാവും, അത് സിങ്ക് ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുകളിലേക്കും താഴേക്കും ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ഒരു റെപ്പറ്റേറ്റീവ് സൈക്കിൾ മാതിരി ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ സെല്ലുകളെയാണ് നമ്മൾ കൺവെക്ഷണൽ സെൽസ് എന്ന് പറയുന്നത്. ഈ കൺവെക്ഷണൽ സെൽസുകൾ ചില സ്ഥലത്ത് അകന്നു പോകും, ചില സ്ഥലത്ത് അടുത്ത് വരും. അപ്പം അകന്നു പോകുന്ന സ്ഥലങ്ങളിൽ റിഡ്ജുകൾ ഫോം ചെയ്യും, അടുത്ത് വരുന്ന സ്ഥലങ്ങളിൽ ട്രഞ്ചസുകൾ ഫോം ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു കൺവെക്ഷണൽ കറണ്ടുകളുടെ ഭാഗമായിട്ട് നമുക്ക് ലിതോസ്ഫിയറിലും അല്ലെങ്കിൽ സർഫസിലും നമുക്ക് കാണാൻ കഴിയും. അപ്പം നേരത്തെ ആൽഫ്രഡ് വെഗ്നർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച ആൽഫ്രഡ് വെഗ്നർ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ഡ്രിഫ്റ്റ് സംഭവിക്കാൻ പറയുന്ന ഫോഴ്സുകൾ വളരെ വീക്കാണ്. ആക്ച്വലി ഈ ഡ്രിഫ്റ്റ് സംഭവിക്കാൻ പ്രധാന കാരണം ഈ മാൻഡിലിൽ കാണാൻ കഴിയുന്ന കൺവെക്ഷണൽ സെൽസുകളാണ്. എന്നിരുന്നാൽ കൂടി ഈ ഒരു തിയറി പരിപൂർണമായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് പ്ലേറ്റ് ടെക്ടോണിക്സ് പോലെയുള്ള തിയറികൾ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ച് അല്ലെങ്കിൽ ഒരു ചുക്കാൻ പിടിച്ച തിയറിയും കൺസെപ്റ്റുമാണ് കൺവെക്ഷണൽ കറണ്ട് തിയറി എന്ന് പറയുന്നത്.